എന്താണ് ഈ മൊബൈൽ ന്യൂമറോളജി? എന്താ ഓൾവേസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപ്പ് ഡൗൺസ് കൊണ്ടുവരാൻ ഗ്രഹങ്ങൾക്ക് പറ്റുന്നൊരു നമ്പേഴ്സിനും പറ്റും. ഇന്നാണ് ഇങ്ങനെ കേരളത്തിലെ ഈ മൊബൈലിൻ്റെ അതിപ്രസരം വന്നത്. അപ്പോൾ ആ ഒരു 3 വർഷത്തിൽ കൂടുതൽ നമ്മൾ ഈ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ലൈഫുമായിട്ട് അതങ്ങ് ഒരു ഇതായിട്ട് അലൈനായിട്ട് നമ്മുടെ അത് പല അതിൻ്റെ റേഡിയേഷൻ നമ്മളിലോട്ട് വരും. എക്സാമ്പിൾ 3-4 ഉണ്ടെന്ന് വെച്ചു, 100% ഞാൻ പറയുന്നത് നിങ്ങളുടെ വയറ്റിൽ അസുഖം കാണും. ചില ആൾക്കാർക്ക് 135 ലക്കി നമ്പർ. സപ്പോസ് നിങ്ങളൊരു ബിസിനസ്സുകാരാണോ, 555 പാറ്റേൺ യൂസ് ചെയ്യാം. 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും സൂര്യനാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ. സ്ക്രീൻ സേവറായിട്ട് യൂസ് ചെയ്യാനുള്ള ഫ്ലൈറ്റിൻ്റെ പടമുണ്ട്. ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്ന പടം, അത് സ്ക്രീൻ സേവറായിട്ട് ചെയ്ത് പോസിറ്റീവായിട്ട് നമ്മൾ അതിലെ ഡ്രീമിങ് ഈസ് എ ലോഞ്ച് പാർട്ട് ടു ക്രിയേറ്റിംഗ് എ പോസിബിലിറ്റി ഔട്ട് ഓഫ് ദി പോസിബിലിറ്റി. ഒരിക്കലും 4 കോമ്പിനേഷൻ ഒരിക്കലും വിദ്യാർത്ഥികൾക്കാണ് കൊടുക്കല്ല. മൊബൈൽ ന്യൂമറോളജി. യെസ്, എല്ലാവരും ഏറ്റവും കൂടുതൽ ഒരു തലങ്ങളിൽ നിൽക്കുന്ന ഒരു അപ്പർ ക്ലാസ് ഫാമിലി, അപ്പർ ക്ലാസ് ബിസിനസ് ഓണേഴ്സ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ് ന്യൂമറോളജി. അപ്പോൾ അതിൽ സാർ ഇപ്പോൾ ഇന്ത്യൻ ന്യൂമറോളജി, പൈതഗോറസ് സിദ്ധാന്തം, പിന്നെ ഹീബ്രു ന്യൂമറോളജി, ഇങ്ങനെ പല വെർസറ്റാലിറ്റീസ് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ഓരോ ന്യൂമറോളജിക്കും ഓരോ റിസൾട്ടാണ് വരുന്നത്. എന്താണ് ഈ മൊബൈൽ ന്യൂമറോളജി? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മൊബൈൽ ന്യൂമറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും നമുക്ക് ഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ രാഹു, കേതു എന്ന് പറഞ്ഞ മാതിരി, അല്ലെന്നൊരു ശനി. അപ്പോൾ നമ്മൾ നമ്പർ 1 എടുത്തു കഴിഞ്ഞാൽ സൂര്യനെയാണ് കൺസിഡർ ചെയ്തത്. നമ്പർ 2 എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. നമ്പർ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു, വ്യാഴം. 4 എന്ന് പറഞ്ഞാൽ രാഹു. അങ്ങനെ ഈ പറഞ്ഞ മാതിരി വീനസ്. പിന്നെ 7 എന്ന് പറഞ്ഞാൽ മെർക്കുറി, 8 ശനി, അങ്ങനെ 9 ചൊവ്വ. ആ ഒരു കോമ്പിനേഷനാണ് പോകുന്നത്. ഇത്ര ഗ്രഹങ്ങളാണല്ലോ ഉള്ളത്. അതെ. അപ്പോൾ ഈ ഗ്രഹങ്ങളെല്ലാം കൂടെ ഉള്ള നമ്പേഴ്സ് ഉണ്ട്. നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എൻ്റെ അടുത്ത് സോഫ്റ്റ്വെയർ ഉണ്ട്. നമ്മളൊന്നൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. ഇപ്പോൾ സപ്പോസ് ആർക്കെങ്കിലും ഒരു നോക്കണമെന്നില്ല, ഞാനിപ്പോൾ സാധാരണ ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് 500 രൂപ ജസ്റ്റ് കൂടത്തെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അവർക്ക് റിപ്പോർട്ട് ഒരു 25-26 പേജോളം റിപ്പോർട്ട് കൊടുക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ ഈസ് ആൻ എനർജി. ഇറ്റ് ഈസ് പാറ്റേൺ ഓഫ് ലൈഫ്. ഇറ്റ് ഈസ് ഓൾവേസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അപ്പ് ഡൗൺസ് കൊണ്ടുവരാൻ ഗ്രഹങ്ങൾക്ക് പറ്റുന്നൊരു നമ്പേഴ്സിനും പറ്റും. കാരണം നമ്പേഴ്സിന് റേഡിയേഷനും ഉണ്ട്. അതെ. അപ്പോൾ അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. കാരണം നമ്പർ ഇസ് ആൻ എനർജി എന്ന് പറഞ്ഞാൽ ഇത് എനർജിയാണ്. അപ്പം സപ്പോസ് ഇപ്പം എക്സാമ്പിൾ പറയുക, ആരേലും ഇപ്പം ഈ കാണുന്ന ഈ TV ഇതിപ്പോൾ കാണുന്ന ആൾക്കാരുണ്ടെന്ന് വരില്ല നോക്കൂ. നിങ്ങളുടെ ഈ മൊബൈൽ നമ്പറിൽ 444444 എക്സാമ്പിൾ 3-4 ഉണ്ടെന്ന് വെച്ചു, 100% ഞാൻ പറയുന്നത് നിങ്ങളുടെ വയറ്റിൽ അസുഖം കാണും. 100%. നിങ്ങളുടെ അതേമാതിരി ഒരു കാര്യം പോലും എക്സിക്യൂട്ട് ചെയ്യണം, മൾട്ടിപ്പിൾ അറ്റംപ്റ്റ് നടത്തേണ്ടി വരും. 3-4 ടൈം അറ്റംപ്റ്റ് ചെയ്യാൻ ഒരു കാര്യത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയല്ല. അപ്പം അതൊരു നെഗറ്റിവിറ്റിയാണ്. സപ്പോസ് നിങ്ങളൊരു ബിസിനസ്സുകാരാണോ, 555 പാറ്റേൺ യൂസ് ചെയ്യാം. നിങ്ങൾ മൊബൈൽ നമ്പറിൽ പോലും 55 ഉള്ള കോമ്പിനേഷൻ യൂസ് ചെയ്യാൻ ബിസിനസ്സുകാരാണ്. രാഷ്ട്രീയക്കാരനാണോ, 19 കോമ്പിനേഷൻ, 19 കോമ്പിനേഷൻ എന്നല്ല. 1 എന്ന് പറഞ്ഞാൽ എപ്പോഴും സൂര്യനാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാമല്ലോ. സൂര്യന്റെ റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ പൊളിറ്റീഷ്യൻസ്, വക്കീലന്മാര്, പോലീസ്, അങ്ങനെയുള്ള പല ഇതും ബിസിനസ് ഓണേഴ്സ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ലെവല്, അങ്ങനെയുള്ള എല്ലാം സൂര്യന്റെ റേഡിയേഷനാണ് പോകുന്നത്. 1 എന്ന് പറഞ്ഞാൽ അവിടെ ചൊവ്വായ. പക്ഷെ ഈ ഒരു രാഷ്ട്രീയക്കാരുടെ കോമ്പിനേഷൻ എപ്പോഴും അതോറിറ്റിയുടെ ഗ്രഹമാണ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നമ്പേഴ്സിൻ്റെ പാറ്റേൺ ഉണ്ട്. ഇന്നിപ്പോൾ സപ്പോസ് താങ്കൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഓഡിയൻസ് ആരെങ്കിലും കാണുന്നവർക്ക് ഗൾഫിൽ പോകണമെന്ന് വെച്ചു, നിങ്ങൾക്ക് 66 അല്ല 77 ആ ഒരു നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ, അതേമാതിരി നിങ്ങൾക്ക് സ്ക്രീൻ സേവറായിട്ട് യൂസ് ചെയ്യാനുള്ള ഫ്ലൈറ്റിൻ്റെ പടമുണ്ട്. ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യുന്ന പടം, അത് സ്ക്രീൻ സേവറായിട്ട് ചെയ്ത് പോസിറ്റീവായിട്ട് നമ്മൾ അതിനെ ഡ്രീമിങ് ഈസ് എ ലോഞ്ച് പാർട്ട് ടു ക്രിയേറ്റിംഗ് എ പോസിബിലിറ്റി ഔട്ട് ഓഫ് ദി പോസിബിലിറ്റി എന്ന് പറയാം. നമ്മൾ ഡ്രീം ചെയ്യുക, കാര്യങ്ങൾ ആലോചിക്കുക, നമുക്ക് ഇവിടെ പോകാനുണ്ട്. ആ നമ്പറിൻ്റെ പാറ്റേണും എനർജിയും ഇതെല്ലാം നമ്മളെ സ്വാധീനിക്കും. നമ്മളെല്ലാം വിളിക്കുന്ന ഒരു കോള് പോകുന്നത്, അങ്ങനെ ആൾക്കാരെല്ലാം സ്വാധീനിക്കും. അപ്പം മെയിനായിട്ട് നമ്മൾ മൊബൈൽ ന്യൂമറോളജിയുടെ കാര്യം പറയുമ്പം ഒടുവിലത്തെ ഒരു 6 നമ്പർ അല്ല 5 നമ്പറാണ് കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം പലതും ബാക്കിയുള്ളത് അതാണ് നമുക്ക് കൂടുതലും മാറ്റാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ആണ് നമ്മളിത് എടുക്കുന്നത്. ഇപ്പോൾ ഓക്കെ, ചില ആൾക്കാർക്ക് 135 ലക്കി നമ്പർ, 4, 5, 6 അങ്ങനെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് എനിമി നമ്പർ, ന്യൂട്രൽ നമ്പർ.
പിന്നെ ലോ ഷോ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ലോ ഷോ ഗ്രിഡ്. നമുക്കപ്പോൾ ഇത് ബർത്ത് ചാർട്ട് വരയ്ക്കുന്ന മാതിരി തന്നെ ഇതിനകത്ത് ചാർട്ട് വരച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കൂടെ ലാംഗ്വേജ് ഇപ്പോൾ മലയാളത്തിൽ വേണം, മലയാളത്തിലും ഇംഗ്ലീഷിലെല്ലാം നമുക്ക് അതിൻ്റെ റിപ്പോർട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടും അതിൻ്റെ റെമഡിയും അങ്ങനെ നമ്മൾ കൊടുക്കുന്ന 26 പേജിൻ്റെ റിപ്പോർട്ട് കൊടുത്ത്, അല്ലാതെ അതിൽ ഇന്ന നിങ്ങൾക്ക് ലക്കി നമ്പറാണ്, നിങ്ങൾക്ക് ഇന്ന ഈ നമ്പർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കുഴപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ. അതേപോലെ ഇപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, ഒരു കുട്ടികൾ 2 പേർ ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകും. 1-2 കോമ്പിനേഷൻ നല്ലതാണ്. 1-2 കോമ്പിനേഷൻ അവരുടെ ജീവിതത്തിൽ ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പാദിച്ച് ഹെൽപ്പ് ചെയ്തിട്ട് കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും എടുക്കാനും അങ്ങനെയൊക്കെ ഉള്ള ഓരോ ലൈഫിലെ ഓരോ ഏജ് അനുസരിച്ച് അവരുടെ വാട്ട് ഇസ് എ റിക്വയർമെന്റ്, അതിനെ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു നമ്പറിനെ ആയാലും പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ഈ നമ്പറിൻ്റെ ആയിട്ടുള്ള, സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു ഗുരുക്കന്മാരാണോ, നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ, സപ്പോസ് ആദ്യ വിദ്യാർത്ഥിയെ പറ്റി പറയാം. ഒരിക്കലും 4 കോമ്പിനേഷൻ ഒരിക്കലും വിദ്യാർത്ഥികൾക്കാണ് കൊടുക്കല്ല. അതേപോലെ ചട്ടമ്പിത്തരം കാണിക്കും. അതേപോലെ വീനസ് ഉള്ള ആർപ്പാടം എന്ന് പറഞ്ഞാൽ അവർ വലിയ ഒരു രീതിയിൽ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വലിയ ആഗ്രഹങ്ങളാണ്. അപ്പം വീനസുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ കൊടുക്കുമ്പോൾ അത് ആർപ്പാടവും വല്ല വേറെ ഉള്ള ഇല്ലാത്ത കൂട്ടുകെട്ടിലും കാര്യങ്ങളും, പ്രത്യേകിച്ച് രാഹു ഈ ഇങ്ങനെയുള്ള കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ, വീനസ് രാഹു ഒക്കെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ പഠിക്കാനുള്ള സത്ത വരാതിരിക്കുക, അങ്ങനെ വരാതിരിക്കുക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവർക്ക് എപ്പോഴും നല്ലതെന്ന് 3യുടെ കോമ്പിനേഷൻ, മൾട്ടിപ്പിൾ 3 ഒക്കെ വളരെ നല്ലതാണ് പഠിക്കുന്ന കുട്ടികൾക്കാണ്. കാരണം 3 എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ ഗുരുവാണ്. അപ്പം ഇപ്പം അതേമാതിരി തന്നെ ഗുരുക്കന്മാർക്ക് അധ്യാപകർക്കും സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ല നമ്പേഴ്സാണ് 3 എന്ന് പറയുന്നത്. പലയിടത്തും 1ഉം 3ഉം ഒക്കെ വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ചില കോമ്പിനേഷൻ ഉണ്ട്. അതുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ വിചാരിക്കും ചില ആൾക്കാർ, എന്നാൽ ഞാനും എനിക്കങ്ങ് 3 എടുത്തിട്ട് യൂസ് ചെയ്തേക്കാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസമാണ്. അപ്പം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ നോക്കിയിട്ട് ആ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് മാച്ച് ആകുന്ന ഒരു നമ്പറാണ് നമ്മൾ തരുന്നത്. അതേമാതിരി മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് ഇവിടെ വോഡോഫോണോ അല്ലെങ്കിൽ പല ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്പർ എടുക്കാം. അങ്ങനെ ഒരു ബിസിനസ്സുകാരാണ് എടുക്കേണ്ടതായിട്ടുള്ളതെന്ന് ചിലപ്പോൾ 5000-10000 രൂപ കൊടുക്കേണ്ടി വരാം. അതേമാതിരി ഇപ്പം കലാകാരന്മാരാണെന്നൊരു അവരുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ ഈ പറഞ്ഞ മാതിരി വീനസിൻ്റെ നമ്പർ സെലക്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് നന്മകളെ അല്ല ഉയർച്ചകളെ കലയിലായിട്ട് നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റും. ഇതെല്ലാം പ്രകൃതിയാണല്ലോ. അതെ. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ള കാര്യങ്ങളുണ്ട് ഈ പ്രകൃതിയിൽ. അപ്പം ആ രീതിയിൽ വേണം നമ്മൾ ഓരോ ആൾക്കാരുടെ പ്രൊഫഷനെ അല്ലെന്നിരി എങ്ങനെയുള്ള കാര്യങ്ങളെ, പിന്നെ അത് കൂടാതെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ നമ്പർ സെലക്ട് ചെയ്യാൻ. പിന്നെ അതേമാതിരി മൾട്ടിപ്പിൾ 8 ലൈഫിൽ പല പ്രശ്നങ്ങളും കൊണ്ടുവരും. മൾട്ടിപ്പിൾ 8 അപ്പം അങ്ങനെ നോക്കുമ്പം വേറെ അതിനെക്കാട്ടും പറയേണ്ടി വരും 0. ചില ആൾക്കാരെ 0 വെക്കുന്നുണ്ട്, 000, 4 0. ഉറപ്പാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. ബിസിനസ്സിൽ ഒരുപാട് ഡൗൺഫോൾ വരും. കാരണം എപ്പോഴും 0 എന്ന് പറഞ്ഞാൽ അവരുടെ അവിടെ ഈ ഗ്രഹങ്ങളിലെ 0-ലെ ഉള്ള കാര്യങ്ങൾ അങ്ങനെ പറയുന്നില്ല. അപ്പൊ അതും അനുസരിച്ച് എൻ്റെ ആളുള്ള ബിസിനസ്സിലെ കരിയറിൽ ഡൗൺഫോൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് 000 അല്ലെങ്കിൽ അങ്ങനെയുള്ള സജസ്റ്റ് ചെയ്യുന്നില്ല. അതുപോലെ 2 അത്ര നല്ല കോമ്പിനേഷൻ അല്ല ചില ആൾക്കാർ. ഈ പറയുന്ന നമ്പേഴ്സ് എല്ലാം പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് ആണോ താങ്കൾ പറയുന്നത്? ലാസ്റ്റിലെ ഇപ്പം നമ്മൾ നോർമലി ഇപ്പൊ അവൈലബിൾ ഒടുവിലത്തെ 3 ലെറ്റർ ആണല്ലോ, അല്ല 5 ലെറ്റർ ആണല്ലോ കൂടുതൽ നമുക്ക് മാറ്റാൻ പറ്റുന്നത്. ഫസ്റ്റ് ലെറ്ററും നമുക്ക് മാറ്റാൻ പറ്റുന്ന വോഡാഫോണിന്റെ അത് ഇതുമൊക്കെ സൈറ്റിലും എല്ലാം കോണ്ടാക്ട് ചെയ്താലും ഓൺലൈൻ നമ്മൾ തന്നെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിന്റെ ചാർജ് കാര്യങ്ങളുണ്ട്. അതേപോലെ കൺസൾട്ടേഷൻ കാര്യങ്ങൾ അതിനനുസരിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് ഉണ്ട്. ഫെസിലിറ്റി കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ കാര്യങ്ങള് ഉണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത് ശരിക്കും കോമൺ ആയിട്ട് പറയുന്നത് ഒരാളുടെ മൊബൈൽ നമ്പറിൽ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് നിങ്ങൾക്ക് ഈ പറയുന്ന നമ്പറിന്റെ ബേസിൽ വരുന്നത്. കൂടുതലായിട്ട് നമ്മൾ അതാണ് കൺസിഡർ ചെയ്യുന്നത്. ഒടുവിലത്തെ 5 നമ്പറാണ് കൺസിഡർ ചെയ്യുന്നത്. അത് തന്നെയല്ല, നമ്മളിപ്പം ഈ മൊബൈൽ നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ടോട്ടൽ നമ്പർ കിട്ടും. അതെ, 8, 7, 6. പക്ഷെ അതിനെക്കാട്ടിലും ദോഷം ചെയ്യുന്ന ഒരുപാട് കോമ്പിനേഷൻ, ഇന്റേണൽ കോമ്പിനേഷൻ. സപ്പോസ് 8-4. അപ്പൊ 8-4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 8ഉം 4ഉം അല്ലെ 4ഉം 8ഉം തിരിച്ചും മറിച്ചും വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പറിങ് കൂട്ടിയിട്ട് 4884. അപ്പൊ അവിടെ വരുന്ന ശനി രാഹു. അപ്പൊ അങ്ങനെ പ്രശ്നം. അല്ലെന്നൊരു ശത്രുക്കള, അല്ലെന്നൊരു ശനി 18 അല്ലെ 81 അപ്പം
ശനിയും സൂര്യനുമാണ്. അപ്പോൾ ശനിയുടെ ശത്രുവാണ് വേദിക് അസ്ട്രോളജിയിലെല്ലാം ഈ ശനി എന്ന് പറയുന്നത്. സൂര്യന് ശത്രുവാണ്. അല്ലെ 2-8 8 അതും ശത്രുക്കളാ. മൂണും ശനിയുമായിട്ടുള്ള ശത്രുക്കളാ. അല്ലെന്നിരി രാഹു അതിൻ്റെ കൂടെ വരുക, മൂണിൻ്റെ കൂടെ 2ന്റെ കൂടെ രാഹു വരുക, 7. അപ്പോൾ ചില നമ്പറിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ചേരത്തില്ല. അപ്പം അങ്ങനെയല്ല ഒരു കോമ്പിനേഷൻ നമ്മൾ ബർത്ത് ചാർട്ട് ഉണ്ടാക്കുന്ന പോലെ ഇതിനകത്ത് ലോഷോ ഗ്രിഡും ആ ഗ്രിഡൊക്കെ വരച്ച് ഏതൊക്കെ നമ്പർ നമുക്ക് പോസിറ്റീവാണ് നെഗറ്റീവാണ് അങ്ങനെയെല്ലാം നമ്മൾ അലൈൻ ചെയ്ത് നോക്കി എടുത്തിട്ടാണ് റിപ്പോർട്ടും കാര്യങ്ങളും തയ്യാറാക്കി എടുത്തിട്ട് അവർക്ക് ഫുള്ള് റെമഡിയും സൊല്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം ഇതെല്ലാം നമ്മുടെ ബർത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന മാതിരി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നെഗറ്റീവായിട്ടുള്ള നമ്മുടെ ബിസിനസ് കരിയറിൻ്റെ അപ്പ് ഡൗൺസ് വരും. അങ്ങനെ അല്ലെന്നൊരു നമ്മുടെ ലവ് ഇത് ചില വീട്ടുകളിൽ കുടുംബകലമോ ഒരുപാട് വീടുകളിൽ ഇപ്പം സപ്പോസ് ചൊവ്വാട റേഡിയേഷനുള്ള മൾട്ടിപ്പിൾ 9 കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫാമിലി ലൈഫ് 8-9 ഉള്ള കോമ്പിനേഷന് ഫാമിലി ലൈഫിൽ ഹസ്ബൻഡും വൈഫുമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ഒരുപാടാണ്. നമുക്ക് എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ തന്നെ, കാരണം ഞാനിതെല്ലാം പലതും പഠിച്ച സംഭവം കേരളത്തിൽ ഒരുപാട് സംഭവങ്ങൾ കുറവായിരുന്നു ഞാൻ പറയുവാണ്. ഞാൻ ഇന്റർനാഷണലിയും പിന്നെ ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ലാംഗ്വേജിന്റെ പ്രശ്നമില്ല, അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. അപ്പം ഞാനിപ്പോൾ നമ്മളിത് പലതും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മളാണ് പ്രിന്റഡ് നോട്ട് ഉൾപ്പെടെ കാര്യങ്ങൾ ഏറ്റവും പ്രൊഫഷണലി സിലബസ് കാര്യങ്ങൾ അതായത് എല്ലാം വെച്ചിട്ടാണ് കൊടുക്കുകയാണേലും പഠിപ്പിക്കുകയാണേലും എടുക്കുകയാണേലും ചെയ്യുന്നത്. അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും തുടങ്ങുന്നുണ്ട്. ജസ്റ്റ് അത് ഫർദർ നമ്മുടെ എപ്പിസോഡിൽ നിന്ന് പറയുന്നതാണ്. അല്ലെന്നൊരു നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ നമുക്ക് ഓരോ നമ്പേഴ്സും നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ മൊബൈൽ പണ്ടൊരു 10 വർഷം മുമ്പൊന്നും ഈ മൊബൈൽ സംഭവമൊന്നും ഇല്ലായിരുന്നു. ഇന്നാണ് ഇങ്ങനെ കേരളത്തിലെ ഈ മൊബൈലിൻ്റെ അതിപ്രസരം വന്നത്. അപ്പം ആ ഒരു 3 വർഷത്തിൽ കൂടുതൽ നമ്മൾ ഈ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ലൈഫുമായിട്ട് അതങ്ങ് ഒരു ഇതായിട്ട് അലൈനായിട്ട് നമ്മുടെ അത് പല അതിൻ്റെ റേഡിയേഷൻ നമ്മളിലോട്ട് വരും. അങ്ങനെ ഈ നെഗറ്റിവിറ്റി പറ്റുന്നത്. പക്ഷെ എന്ന് വരിയിൽ ഇത്ര വർഷമായിട്ട് യൂസ് ചെയ്ത് ഒരു മൊബൈൽ ഒരിക്കലും ഒരാൾക്ക് മാറ്റാൻ പറ്റത്തില്ല, അറിയാം. പക്ഷെ അതിന് നമ്മൾ പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല ഒരു ഫാൻസി നമ്പർ എടുക്കുക. ഫാൻസി എന്നല്ല, മീൻസ് നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ ഇതുമായിട്ട് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് വരുന്ന ഒരു നമ്പർ എടുത്തോണ്ട് ആ നമ്പർ ഔട്ട് ഗോയിങ് കോളിന് വേണ്ടി യൂസ് ചെയ്യുക. അതായത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക. എന്നിട്ട് മറ്റേ വർഷങ്ങളായിട്ട് പല ബാങ്കുമായിട്ടൊക്കെ SMS അയക്കാനും അതിനും ഇതുമായിട്ട് ഇരിക്കുന്ന നമ്മുടെ മെയിൻ നമ്പേഴ്സ് ഉണ്ട്, ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ നമ്പറിന്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരിക. അങ്ങനെ വേണമെന്ന് ഒരു 3-4 വർഷം ആകുമ്പോഴത്തേന് നമുക്ക് വേണമെങ്കിൽ അത് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഫോർ എവറിത്തിങ് ദർ ഇസ് എ സൊല്യൂഷൻ. അപ്പോൾ പ്രാക്ടിക്കൽ സൊല്യൂഷൻ പറഞ്ഞു, അല്ലാതെ ഇപ്പം നാളെ ഇപ്പം നമ്പർ മാറ്റണമെന്ന് ഇമ്പോസിബിലിറ്റീസ് നോട്ട് പ്രാക്ടിക്കൽ. അതെ അതെ. എന്തായാലും താങ്കൾ പറഞ്ഞ എന്താ പറയുക, ഈ പറയുന്ന നമ്പർ എന്ന് പറയുന്ന ന്യൂമറിക്കൽ നമ്പേഴ്സ് എനർജി ക്രിയേറ്റഡ് ആണ്. സ്വാഭാവികമായിട്ടും ഒരാളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പലതരങ്ങളിലെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് പൂർണ്ണമായിട്ടും നല്ലൊരു ന്യൂമറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക, പൂർണ്ണമായിട്ടും പ്രശ്നങ്ങൾ മാറുക, അവർക്ക് അവരുടെ എന്താ പറയുക ഡേറ്റ് ഓഫ് ബർത്തിന് അനുയോജിച്ച ഒരു നമ്പർ സെലക്ട് ചെയ്യാൻ കഴിയട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു.